ഹലോ ആൾ, എല്ലാവർക്കും ഐ ട്യൂട്ടറിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2016 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസാണ് ചെയ്തത് 2016. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് ഓഫൺ ഇൻ ദ ന്യൂസ് ഈസ് സോ ഓഫൺ സീൻ ഇൻ ദ ന്യൂസ്. എന്താണ് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, സോ അഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. എ ഡിവിഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ, എ നോൺ ഗവൺമെൻറ്റൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. തേർഡ് വൺ, an intergovernmental agency sponsored by European Union. Fourth one, a specialized agency of the United Nations. So doctors without borders അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. എ നോൺ ഗവൺമെൻറ്റൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, അല്ലെങ്കിൽ എന്താണ് മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്? നോക്കാം നമുക്ക്. ഇതിപ്പോൾ എന്താണ്, ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ ഇതിപ്പോൾ WHO, ഫസ്റ്റ് വൺ പറയുന്നത് എ ഡിവിഷൻ ഓഫ് WHO, ദെൻ പറയുന്നത് എന്താണ് ആൻ ഇൻ്റർ ഗവൺമെൻറ്റൽ ഏജൻസി സ്പോൺസർഡ് ബൈ യൂറോപ്യൻ യൂണിയൻ, ആൻഡ് ഫൈനൽ വൺ പറയുന്നത് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ്. UN ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ മൂന്നിലും എന്താണ്, ഇത് പാർട്ടല്ല. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ WHO ഓർ യൂറോപ്യൻ യൂണിയൻ ഓർ UN. സോ ഇതെന്താണ്? ഇറ്റ്സ് എ നോൺ ഗവൺമെൻറ്റൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, ആൻഡ് ഇറ്റ്സ് ഫൗണ്ടഡ് ബൈ whom? The doctors and journalists in 1971. ആരാണ് ഫൗണ്ട് ചെയ്തത്? കുറച്ച് ഡോക്ടേഴ്സും അതുപോലെ ജേർണലിസ്റ്റും. When? In 1971. 1971. For what purpose? What is the purpose? To provide emergency medicine aid to people affected by conflicts, epidemics, natural disasters and exclusion from health care. So എന്തായിരുന്നു അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്? What are the aim? To provide emergency medical, provide emergency medical care or medical aid to whom? To people who affected by conflicts, epidemics or natural disasters. സോ ഇവർക്കൊക്കെ വേണ്ടി എന്താണ്, ഇപ്പോൾ ഓരോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് എഫക്റ്റ് ആയാലോ, അല്ലെങ്കിൽ എന്താണ് എപ്പിഡമിക്സ് എഫക്റ്റ് ആയാലോ, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വഴിയൊക്കെ എഫക്റ്റ് ആയാലും ഇവരെല്ലാം എന്താണ് ചിലപ്പോൾ എന്താണ് ഹെൽത്ത് കെയറിൽ നിന്ന് എക്സ്ക്ലൂഡായി വെച്ചേക്കുന്ന കുറച്ച് ആൾക്കാർ കാണും. സോ അവർക്ക് എന്താണ് എമർജൻസി മെഡിക്കൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക എന്നാണെന്ത് ഈ ഒരു നോൺ ഗവൺമെൻറ്റൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ, അല്ലെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ള എയിം എന്തായിരുന്നു? ഈ ഒരു കാര്യമായിരുന്നു. സോ അപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് നോക്കി വയ്ക്കുക. കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും എന്താണ് അതെന്ന് നോക്കി വയ്ക്കുക. ആരാണ് ഫൗണ്ട് ചെയ്തത്? സോ സം ഓഫ് ദ ഡോക്ടേഴ്സ് ആൻഡ് ജേർണലിസ്റ്റ് ഇൻ 1971. ആൻഡ് വാട്ട് ആർ ദ എയിംസ്, എന്താണ് അവരുടെ എയിംസ്, അതുകൂടി ജസ്റ്റ് എന്താണ് നോക്കി വയ്ക്കുക. സോ അതാണത് 51ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 52. വിത്ത് റെഫറൻസ് ടു an initiative called the Economics of Ecosystems and Biodiversity, which of the following statement is or are correct? So the Economics of Ecosystem and Biodiversity, TEEB, which of the following statement is correct? It's an initiative hosted by the UNEP, IMF and the World Economic Forum. Second statement, it is a global initiative that focuses on drawing attention to the economic benefits of biodiversity. Third statement, it presents an approach that can help decision makers recognize, demonstrate and capture the value of ecosystems and biodiversity. So select the correct answer using the code given below. Option A 1 and 2 only, option B 3 only, option C 2 and 3 only, option D 1, 2 and 3. So ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഇറ്റ്സ് എൻ ഇനിഷ്യേറ്റീവ്. അപ്പോൾ എന്താണ് ദ എക്കണോമിക് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ്സ് എൻ ഇനിഷ്യേറ്റീവ് ഹോസ്റ്റഡ് ബൈ ദ UNEP, IMF ആൻഡ് വേൾഡ് എക്കണോമിക് ഫോറം. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ അല്ലേ നോക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. നമ്മൾ അറിഞ്ഞിരുന്ന ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ ദ എക്കണോമിക് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. സോ ആൻസർ വരുന്നത് എന്താണ്?
ഓപ്ഷൻ സി ഒന്ന് പോകുമ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ എയും കട്ട് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. കാരണം 3 ഓൺലി മാത്രമല്ല, ആൻസർ ഏതാണ് ഓപ്ഷൻ സി 2 ആൻഡ് 3 ഓൺലി ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ TEEB അല്ലെങ്കിൽ ദ എക്കണോമിക് ഓഫ് ദ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ആരാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ദ TEEB is a study was launched by the German and European Commission. Okay, so who launched? ഇവിടെ പറഞ്ഞേക്കുന്നത് UNEP, IMF, വേൾഡ് എക്കണോമിക് ഫോറം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അവരല്ല, ആരാണ് പറയുന്നത്? ജർമ്മൻ ആൻഡ് യൂറോപ്യൻ കമ്മീഷൻ. ഓക്കെ, ജർമ്മൻ ആൻഡ് യൂറോപ്യൻ കമ്മീഷൻ. ഓക്കെ, ജർമ്മൻ ആൻഡ് യൂറോപ്യൻ കമ്മീഷനാണ് എന്ത് ഹോസ്റ്റ് ചെയ്തത്. ഫോർ വാട്ട്? ഇൻ റെസ്പോൺസ് ടു ദ പ്രൊപ്പോസൽസ് ബൈ ദ G8+5 എൻവയോൺമെൻറ്റൽ മിനിസ്റ്റേഴ്സ്. ഓക്കെ, സോ G8+5 മെമ്പേഴ്സ്. സോ എവിടെ വെച്ചായിരുന്നു? ഇറ്റ്സ് ഇൻ ജർമ്മനി. ഓക്കെ, ജർമ്മനിയിലെ പോസ്റ്റ്പാഡം, ജർമ്മനിയിലെ പോസ്റ്റ്ഡാമിൽ വെച്ചായിരുന്നു. ജർമ്മനിയിലെ പോസ്റ്റ്ഡാമിൽ വെച്ച് 2007 കൊണ്ടുവന്ന ഓർഗനൈസേഷൻ ആയിരുന്നു. ഓക്കെ, സോ 2007 ജർമ്മനി പോസ്റ്റ്പാഡം. ഓക്കെ, സോ അതാണ് എന്ത് TEEB എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് that focuses on drawing attention to the economic benefits of biodiversity. Okay, so biodiversityയിലെ എക്കണോമിക് ബെനിഫിറ്റ്സ് അതിനെ കൊണ്ടുവരാനുള്ള, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ TEEB എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് പ്രസൻറ്റ്സ് ആൻ അപ്രോച്ച് that can help decision makers recognize, demonstrate and capture the value of ecosystems and biodiversity. So second statement, third statement എന്താണ് റൈറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതെന്താണ് UNEP, IMF, വേൾഡ് എക്കണോമിക് ഫോറം അല്ല കൊണ്ടുവന്നത്. ഇറ്റ്സ് ഹോസ്റ്റഡ് ബൈ ഓർ ഇറ്റ്സ് ഇനിഷ്യേറ്റഡ് ബൈ ആരാണ്? ജർമ്മൻ ആൻഡ് യൂറോപ്യൻ കമ്മീഷനാണ്. ഗോട്ട് ഇറ്റ്? സോ ആൻസർ ഓപ്ഷൻ സി 2 and 3 ഓൺലി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 53. With reference to red sanders sometimes seen in the news, consider the following statement. Option first statement, it's a tree species found in the part of South India. Second statement, it is one of the most important trees in the tropical rainforest areas of South India. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നോർമലി ഒരു ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ് റെഡ് സാൻഡേഴ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, റെഡ് സാൻഡേഴ്സ് അല്ലെങ്കിൽ രക്തചന്ദ്രത്തിനെ പറ്റി എന്താണ് നമുക്കറിയാം. അത് എവിടെയാണ്? അല്ലെങ്കിൽ നമ്മൾ പുഷ്പ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാൻ പറ്റും. ഇവിടെ ആന്ധ്രാപ്രദേശ് റീജിയനിലൊക്കെയാണ് എന്ത് കൂടുതലും ആ ഒരു ഇത് കാണുന്നത്. ആ ഒരു മൂവിയിൽ പറയുന്നത് തന്നെ അതിനെ പറ്റിയാണ്. സോ എന്താണ്? ഇറ്റ്സ് എ ട്രീ സ്പീഷീസ് ഫൗണ്ട് ഇൻ ദ പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ എന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എന്തായിരിക്കും? ശരിയായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് കുറച്ച് ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ്, അല്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി നമുക്ക് അറിയാമെങ്കിൽ, ചന്ദ്രനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഡ് സാൻഡേഴ്സിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാവും അതെന്താണ് സൗത്ത് ഇന്ത്യയിൽ കാണുന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീസ് ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയാസ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ റീജിയനിൽ കാണപ്പെടുന്നെങ്കിൽ എന്താണ് അത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയ ആവണമെന്നില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീസ് ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. സോ എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീ അല്ല. ഓക്കെ, സോ നോർമലി ഈ ആന്ധ്രാപ്രദേശ് റീജിയനൊന്നും എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വരുന്നതല്ല. അത് നമുക്ക് അറിയാമെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. 53 ഓപ്ഷൻ എ 1 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് എന്ത് റെഡ് സാൻഡേഴ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് എന്താണ് ഈസ്റ്റേൺ ഗട്ട്സ് റീജിയൻസിലാണ് എന്ത് ഈ റെഡ് സാൻഡേഴ്സ് കാണപ്പെടുന്നത്. ഈസ്റ്റേൺ ഗട്ട്സ് റീജിയൻസിലാണ് കാണപ്പെടുന്നത്. നമുക്കിപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് റീജിയൻസിൻ്റെ ആ ഒരു എവിടെ ഏരിയയിലാണ് വരുന്നതെങ്കിൽ എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിട്ട് നമുക്കതിനെ പറയാമായിരുന്നു. പക്ഷേ ഇതെന്താണ് ഈസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് മോസ്റ്റ്ലി ഇത് ഏത് ഡെസിജിയസ് ഫോറസ്റ്റ്, ഡെസിജിയസ് ടൈപ്പ് ഫോറസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഡെസിജിയസ് ഫോറസ്റ്റിലാണ് എന്ത് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, സോ അതാണ് എന്ത് റെഡ് സാൻഡേഴ്സിനെ പറ്റി പറയുന്നത്. മെയിനായിട്ട് ഏത് റീജിയനിലാണ് നമ്മൾ പറഞ്ഞു? ആന്ധ്രാപ്രദേശിലാണ് എന്ത് ഇത് കാണപ്പെടുന്നത് റെഡ് സാൻഡേഴ്സ്. ഓക്കെ, നമ്മൾ ആ പുഷ്പ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ കൂടുതൽ എന്താണ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൗത്ത് ഇന്ത്യ റീജിയനിലുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, സോ അതാണ് എന്ത് 53ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 54ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? Proper design and effective implementation of UN REDD+ program can significantly contribute to first one,
പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. സെക്കൻഡ് വൺ റെസിലിയൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. തേർഡ് പോവർട്ടി റിഡക്ഷൻ. സോ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. ഓക്കെ, സോ പ്രോപ്പർ ഡിസൈൻ ആൻഡ് ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് UNREDD+ പ്രോഗ്രാം. അപ്പോൾ ഇത് എന്തിനൊക്കെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് 1, 2 and 3. ഓക്കെ, സോ ഓൾ ഓഫ് ദ എബോവ്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതുപോലെ റെസിലിയൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അതുപോലെ പോവർട്ടി റിഡക്ഷൻ, ഇതിനെല്ലാത്തിനും വേണ്ടി എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന പ്രോഗ്രാം ഏതാണ്? UNREDD+. എന്ത് പ്രോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? ഇതൊരു കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ് ആണ്. ആരുടെയൊക്കെ? FAO, അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ UNDP ആൻഡ് തേർഡ് വൺ UNEP. ഓക്കെ, യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അതുപോലെ എന്താണ് യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമും. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? ഇൻ കൺട്രീസ് ഇൻ റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ. ഓക്കെ, ഇൻ അസിസ്റ്റിംഗ് എന്തിനു വേണ്ടി? ടു റെഡ്യൂസിങ് emissions from deforestation. Okay, deforestation and forest degradation. Okay, forest degradation. ഓക്കെ, സോ ഇനി നമ്മൾ എന്താണ് പറഞ്ഞു? എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതുപോലെ റെസിലിയൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അതുപോലെ പോവർട്ടി റിഡക്ഷൻ. ഇത് മൂന്നും എന്താണ്? ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിന് വേണ്ടി എന്താണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിന് എയിം എന്തെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് UNREDD+ൻ്റെ എയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് റെഡ്യൂസിങ് നെറ്റ് എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, സോ റെഡ്യൂസിങ് net emissions of greenhouse gases. Okay, through എങ്ങനെയാണ്? എൻഹാൻസ്ഡ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, ത്രൂ എൻഹാൻസ്ഡ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. സോ അതാണെന്ത് UNREDD+ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണെന്ത് UNREDD+ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, റെസിലിയൻസ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ എന്താണ് പോവർട്ടി റിഡക്ഷൻ ഉണ്ട്. സോ ആരൊക്കെയാണ് അതിലുള്ളത്? FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, UNDP ആൻഡ് UNEP. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ എന്താണ്? റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ദ ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ എന്താ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൂടെ എയിം എന്താണ്? വേറെ പ്രധാനപ്പെട്ട എയിം റെഡ്യൂസിങ് നെറ്റ് എമിഷൻസ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, ത്രൂ ഹൗ എൻഹാൻസ്ഡ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ അതാണെന്ത് 54ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 55ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ? എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് നോക്കാം. It's an international accounting tool for government and business leaders to understand, quantify and manage greenhouse gas emission. Second one, it is an initiative of the UN to offer financial incentives to developing countries to reduce greenhouse gas emission and to adopt eco-friendly technologies. Third statement, it is an intergovernmental agreement ratified by all the member countries of the United Nations to reduce greenhouse gas emission to specified levels by the year 2022. And final one, it is one of the multilateral REDD+ initiatives hosted by the World Bank. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ എന്താണ്? നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ടൂൾ ഫോർ ഗവൺമെൻറ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ക്വാണ്ടിഫൈ ആൻഡ് മാനേജ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതാണ് എന്ത് ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ്? ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ടൂളാണ്. ഫോർ എന്തിനു വേണ്ടി? ഫോർ ഗവൺമെൻറ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ക്വാണ്ടിഫൈ ആൻഡ് മാനേജ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രോട്ടോകോളിൽ പറയുന്നത്. ഓക്കെ, സോ ഇത് ആരൊക്കെ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്? ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ആരൊക്കെ തമ്മിലുള്ളതാണ്? വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വേൾഡ്
ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സോ ഇവർ രണ്ടുപേരും കൂടെയാണ് എന്ത് ഇതിൻ്റെ പാർട്ണർഷിപ്പ് ഉള്ളത്. ഓക്കെ, സോ എന്താണ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ടൂൾ ഫോർ ഗവൺമെൻറ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വാണ്ടിഫൈ ആൻഡ് മാനേജ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ആൻഡ് ഇറ്റ്സ് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ എന്താണ് വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമാണ്. സോ അതാണ് 55ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, with reference to Financial Stability and Development Council, consider the following statement. Statement 1, it is an organ of Niti Aayog. Second one, it is headed by the Union Finance Minister. Third one, it monitors macro-prudential supervision of the economy. Which of the statement above are correct? First one 1 and 2, then 3 only, 2 and 3 only, 1, 2, 3. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഓർഗൻ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ഒരു ഓർഗൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹെഡഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം നീതി ആയോഗിൻ്റെ ഒരു ഓർഗൻ ആണെങ്കിൽ എന്താണ് നോർമലി വരേണ്ടത് ആരായിരിക്കും? നീതി ആയോഗിൻ്റെ എല്ലാ ഇതും ചേർ ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ഒട്ടുമിക്ക ഓർഗൻസ് അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ മെയിനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എല്ലാം എന്താണ് ചേർ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ എന്താണ് ഒരിക്കലും എന്താണ് ചേർന്ന് പോകത്തില്ല. രണ്ടും രണ്ട് ടൈപ്പിൽ കിടക്കുകയാണ്. ഒന്ന് അത് നീതി ആയോഗിൻ്റെ ഓർഗനാണെന്ന് പറയുന്നു, ഒന്നുകിൽ അത് തെറ്റാവണം, അല്ലെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അത് തെറ്റാവണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ഫൈനാൻസ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുത്താൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഹെഡ് ചെയ്യുന്നത്. ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. അത് എന്തിൻ്റെ കീഴിലായിരിക്കും വരുന്നത്? മിനിസ്റ്റർ ഓഫ് ഫിനാൻസിൻ്റെ കീഴിലായിരിക്കും നോർമലി വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതെന്താണ് നീതി ആയോഗിൻ്റെ ഒരു ഓർഗൻ അല്ല, അല്ലെങ്കിൽ എന്താണ് നീതി ആയോഗിൻ്റെ ഒരു ഓർഗൻ അല്ലെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോർമലി ശരിയാവും. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ശരിയാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? എയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. സോ 3 കോമൺ ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. സോ എന്തായാലും എന്താണ് 3 അപ്പോൾ ശരിയാവും. സോ ആൻസർ ഏതായിരിക്കും? 2 and 3 only ആയിരിക്കും. 2 നമ്മൾ പറഞ്ഞു ശരിയാണെന്ന്. പിന്നെ എന്താണ് 3? ഇറ്റ് മോണിറ്റേഴ്സ് മാക്രോ പ്രുഡൻഷ്യൽ സൂപ്പർവിഷൻ ഓഫ് ദ എക്കോണമി. അതും എന്താണ് ശരിയാണ്. ഓക്കെ, ഇതെന്താണ് ഒരു സെപ്പറേറ്റ് ഓട്ടോണോമസ് ബോഡിയാണ്. ഇത് നീതി ആയോഗിൻ്റെ കീഴിലുള്ളതല്ല. ഓക്കെ, നീതി ആയോഗമല്ല, ഇതെന്താണ് ഒരു സെപ്പറേറ്റ് ഓട്ടോണോമസ് ബോഡിയാണ്. ഓക്കെ, ഇറ്റ്സ് എ സെപ്പറേറ്റ് ഓട്ടോണോമസ് ബോഡി, നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്നതല്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ആൻഡ് ഇറ്റ് മോണിറ്റേഴ്സ് മാക്രോ പ്രൊഡൻഷ്യൽ സൂപ്പർവിഷൻ ഓഫ് ദ എക്കോണമി. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ പറ്റി പറയുന്നത്. ഓക്കെ, എന്തായിരിക്കും എൻ്റെ എയിം എന്ന് പറയുന്നത്? ഇത് നമ്മളിപ്പോൾ ഈ പറയുന്നത് തന്നെ ഇറ്റ് മോണിറ്റേഴ്സ് മാക്രോ പ്രൊഡൻഷ്യൽ സൂപ്പർവിഷൻ ഓഫ് ദ എക്കോണമി ആൻഡ് ഇറ്റ് ഓൾസോ അഡ്രസ് ഇന്റർ റെഗുലേറ്ററി കോർഡിനേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ്. ഓക്കെ, ഇന്റർ റെഗുലേറ്ററി കോർഡിനേഷൻ, റെഗുലേറ്ററി കോഓർഡിനേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ. ഓക്കെ, ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ. അപ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് മോണിറ്റേഴ്സ് മാക്രോ പ്രൊഡൻഷ്യൽ സൂപ്പർവിഷൻ ഓഫ് ദ എക്കോണമി ആൻഡ് ദെൻ ദ ഇന്റർ റെഗുലേറ്ററി കോർഡിനേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ. ഓക്കെ, സോ ഇതൊക്കെ എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 57. With reference to Agenda 21, sometimes seen in the news, consider the following statement. Again, current affairs related question ആണ്. It's a global action plan for sustainable development. Second one, it originated in the World Summit on Sustainable Development held in Johannesburg in 2002. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അജണ്ട 21 നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ്? ഇറ്റ്സ് എ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്, ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ 1 only ആണ്. കാരണം ഇറ്റ് ഒറിജിനേറ്റ് ഇൻ ദ വേൾഡ് സബ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹെൽഡ് ഇൻ ജോഹന്നാസ്ബർഗ് അല്ല. ഓക്കെ, എവിടെയാണ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദ എർത്ത് സബ്മിറ്റ്. ഓക്കെ, എന്തിൻ്റെ പ്രോഡക്റ്റ് ആണിത്? ഇത് എർത്ത് സബ്മിറ്റിൻ്റെയാണ്, വേൾഡ് സബ്മിറ്റിൻ്റെ അല്ല, എർത്ത് സബ്മിറ്റിൻ്റെയാണ്. എർത്ത് സബ്മിറ്റ് എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. റിയോ ഡി ജനീറോ ആയിരുന്നു ബ്രസീൽ.
ഏത് വർഷമായിരുന്നു? 1992. ഓക്കെ, 1992 ബ്രസീലിൽ റിയോ ഡി ജനീറോയിലാണ് ഇത് എർത്ത് സബ്മിറ്റ് നടന്നത്. സോ അതിൻ്റെ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് അജണ്ട 21 എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ്സ് എ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ അജണ്ട 21 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വേൾഡ് സബ്മിറ്റിൻ്റെ ഭാഗമല്ല. ഓക്കെ, അപ്പോൾ അതാണെന്ത് 57ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 58ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സത്യശോധക് സമാജ് ഓർഗനൈസ്ഡ്. ഓക്കെ, സോ സത്യശോധക് സമാജ് എന്താണ് ഓർഗനൈസ് ചെയ്തതെന്ന് ചോദിച്ചിരുന്നത്? എ മൂവ്മെൻറ്റ് ഫോർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ട്രൈബൽസ് ഇൻ ബീഹാർ, എ ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് ഇൻ ഗുജറാത്ത്, ആൻഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്ര, ആൻഡ് ലാസ്റ്റ് വൺ എ പീസൺ മൂവ്മെൻറ്റ് ഇൻ പഞ്ചാബ്. സോ എന്താണ് സത്യശോധക് സമാജ്? ഓക്കെ, സത്യശോധക് സമാജ് എന്താണ് ഓർഗനൈസ് ചെയ്തതെന്ന് ചോദിച്ചിരുന്നത്? ആൻസർ എന്താണ്? ഇറ്റ്സ് ആൻ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി കാസ്റ്റ് മൂവ്മെൻ്റ് ആണ് ആര് എന്തെന്ന് പറയുന്നത് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്കിയൊന്നുമല്ല, എ മൂവ്മെൻറ്റ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ട്രൈബൽസ് ഇൻ ബീഹാർ. അതിന് ഏതെന്നാണ് അറിയപ്പെടുന്നത്? അത് താന ഭഗത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് എ മൂവ്മെൻറ്റ് ഫോർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ട്രൈബൽസ് ഇൻ ബീഹാർ എന്ന് പറയും താന ഭഗത് മൂവ്മെൻറ്റ്. അത് ഏകദേശം 1914 അതുപോലെ 1919 പീരീഡിലായിരുന്നു എന്ത് ഈ ഒരു താന ഭഗത് മൂവ്മെൻറ്റ് നടന്നത്. സോ ആ ഓപ്ഷൻ അല്ല. ദെൻ ആൻസർ വരുന്നത് ഏതാണ്? ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സത്യശോധക് സമാജ്? അല്ലെങ്കിൽ നമുക്കിതിനെ ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി എന്ന് പറയാം. ഓക്കെ, സത്യശോധക് സമാജ് അല്ലെങ്കിൽ ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി. ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി എന്താണ്? ആരായിരുന്നു ഹെഡ് ചെയ്തത്? ആരാണിത് കൊണ്ടുവന്നത്? ഫൗണ്ട് ചെയ്തത് ആരാണ്? ഇറ്റ്സ് ഫൗണ്ടഡ് ബൈ ജ്യോതിറാവ് ഫുലെ. ഓക്കെ, സോ ജ്യോതിറാവ് ഫുലെ 1873 എന്ത് സത്യശോധക് സമാജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നോർമലി ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ചലഞ്ച് ദ കാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ബ്രാഹ്മണിക്കൽ സൂപ്രമസി. ഓക്കെ, കാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് challenge the caste oppression and Brahmanical supremacy. Okay, so and also they're working for the upliftment of education of the women and the people from the lower caste. Okay, so education of women and lower caste people. Okay, lower caste people. സോ അതാണ് എന്ത് സത്യശോധക് സമാജിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആരാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്? സത്യശോധക് സമാജ് അല്ലെങ്കിൽ ട്രൂത്ത് സീക്കേഴ്സ് സൊസൈറ്റി. ആരാണ് ഫൗണ്ടർ? ഇറ്റ്സ് ഫൗണ്ടർ ഇസ് ജ്യോതിറാവ് ഫുലെയാണ്. 1873 ഫൗണ്ട് ചെയ്തത്. ആൻഡ് ആൾസോ എന്താണ് അതിൻ്റെ എയിംസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ചാലഞ്ച് ദ കാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ബ്രാഹ്മണിക്കൽ സൂപ്രമസി. ഓക്കെ, കാസ്റ്റ് ഓപ്പറേഷനെ അതുപോലെ എന്താണ് ബ്രാഹ്മണിക്കൽ സൂപ്രമസിയൊക്കെ എന്താണ് അത് ചലഞ്ച് ചെയ്യുന്നു. ആൻഡ് ആൾസോ ദ എഡ്യൂക്കേറ്റഡ് ഓൺ ദ എഡ്യൂക്കേഷൻ ഓഫ് വുമൻസ് ആൻഡ് ലോവർ കാസ്റ്റ് പീപ്പിൾ. ഓക്കെ, ലോവർ കാസ്റ്റ് പീപ്പിൾസിൻ്റെയും അതുപോലെ തന്നെ എന്താണ് വുമൻസിൻ്റെയും സ്ത്രീകളുടെയൊക്കെ എന്താണ് എഡ്യൂക്കേഷനും എന്താണ് ഈ ഒരു സമാജ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓർഗനൈസേഷൻ എയിം ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്താണ് ഇത് അവരുടെ ഫംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, സോ അതാണ് സത്യശോധക് സമാജ് ബൈ ജ്യോതിറാവ് ഫുലെ. ഓക്കെ, ആൻഡ് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, റീജിയൻ എവിടെയായിരുന്നു? മഹാരാഷ്ട്ര റീജിയൻ ആയിരുന്നു. അതുകൂടി നോക്കി വയ്ക്കുക. 59ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? വൈറസ് ക്യാൻ ഇൻഫെക്റ്റ് ബാക്ടീരിയ, ഫംഗൈ, പ്ലാന്റ്സ്. ഓക്കെ, വൈറസിന് ഇതിൽ ഏതിനൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൻ ബിലോ. അപ്പോൾ ഏതിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും? വൈറസ് ക്യാൻ ഇൻഫെക്റ്റ് ബാക്ടീരിയ, ആൻഡ് വൈറസ് ക്യാൻ ഇൻഫെക്റ്റ് ഫംഗൈ, ആൻഡ് ഓൾസോ വൈറസ് ക്യാൻ ഇൻഫെക്റ്റ് പ്ലാന്റ്സ്. ഓക്കെ, സോ മൂന്നിനെ എന്താണ് വൈറസിനെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻസർ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. ഓക്കെ, വൈറസിന് ബാക്ടീരിയയും ഫംഗസിനെയും അതുപോലെ എന്താണ് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വൈറസ് എന്താണ് ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരെന്താണ്? Bacteriophages. Okay, virus infected by bacteria is known as bacteriophages. Okay, ini virus infected in fungi. Okay, fungal virus infected adine parayna per endana? Mycoviruses. ഓക്കെ, അതുപോലെ എന്താണ് പ്ലാന്റ്സിനും വൈറസ് കാരണം എന്താണ് ഒരുപാട് ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1, 2, 3. ഓപ്ഷൻ ഡി ആണ് ആൻസർ പറയുന്നത്. അതായത് എന്താണ് ബാക്ടീരിയയും ഫംഗസിനെയും അതുപോലെ എന്താണ് പ്ലാന്റ്സിനെയും വൈറസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് 59ാമത്തെ ക്വസ്റ്റ്യൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ പോകാം.
The term base erosion and profit shifting, sometimes seen in the news in the context of, again it's related to current affairs ആണ്. ഓക്കെ, ന്യൂസിലുണ്ടായിരുന്ന കാര്യമാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നാണ് ചോദിച്ചേക്കുന്നത്. It's a mining operation by multinational companies in resource-rich but backward areas. Second one, curbing of the tax evasion by multinational companies. Option C, exploitation of genetic resources of a country by multinational companies. Option D, lack of environmental consideration of cost in the planning and implementation of development projects. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, കർബിംഗ് ഓഫ് ദ ടാക്സ് ഇവേഷൻ ബൈ മൾട്ടി നാഷണൽ കമ്പനീസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇത് ഒരു ടാക്സ് അവോയ്ഡൻസുമായിട്ട് റിലേറ്റഡ് ആയ കാര്യമാണ്. ഓക്കെ, എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ബേസ് എറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള? ഇറ്റ്സ് എ ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ്. ഓക്കെ, സോ ഇറ്റ്സ് റിലേറ്റഡ് ടു ടാക്സ് അവോയ്ഡൻസ് സ്ട്രാറ്റജീസ്. ഓക്കെ, ആരാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്? അഡോപ്റ്റഡ് ബൈ കമ്പനീസ് ദാറ്റ് എക്സ്പ്ലോയിറ്റ് ഗ്യാപ്സ് ആൻഡ് മിസ്മാച്ചസ് ഇൻ ടാക്സ് റൂൾസ്. ഓക്കെ, ഇവരെന്താണ് ആർട്ടിഫിഷ്യലി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോഫിറ്റിന് വേണ്ടി എന്ത് ചെയ്യും? അവരുടെ കമ്പനിയുടെ കാര്യം ടാക്സ് കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒരു ലോ അല്ലെങ്കിൽ എന്താണ് നോൺ ടാക്സ് ലൊക്കേഷനിലോട്ട് ചേഞ്ച് ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡ് ചെയ്യാനുള്ള, ടാക്സ് മാറ്റാനുള്ള എന്താണ് ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് അവർ പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്യും, അവരുടെ പ്രോഫിറ്റിന് എന്താണ് മറ്റൊരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഒരു നോൺ ടാക്സിങ് കമ്പനിയിലേക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു ലോ ടാക്സിങ് ഇതിലേക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ഡബിൾ ടാക്സ് അവോയ്ഡൻസ്. എന്താണ് ഡബിൾ ടാക്സ് അവോയ്ഡൻസ്? ഓക്കെ, ഡബിൾ ടാക്സ് അവോയ്ഡൻസ് ട്രീറ്റീസ്. അതുകൂടാതെ എന്താണ് ടാക്സ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്. ടാക്സ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഹൂം? ബിറ്റ്വീൻ മെമ്പർ നാഷൻസ്. ഓക്കെ, മെമ്പർ നാഷൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിന് ഒരു പരിധിവരെ തടയാനായിട്ട് കൊണ്ടുവന്ന കുറച്ച് പ്രോസസ്സാണ്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസാണ്. ഓക്കെ, അപ്പോൾ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നോർമലി നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഒരു ടാക്സ് അവോയ്ഡൻസ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രോസസ്സാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്. കൂടുതലും എന്താണ് MNCs ആണ് ഇത് ചെയ്യുന്നത്. സോ ഇതിനെ തടയാനായിട്ടാണ് എന്ത് ഡബിൾ ടാക്സ് അവോയ്ഡൻസ് ട്രീറ്റീസും അതുപോലെ എന്താണ് ടാക്സ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ മെമ്പർ നാഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് 60ാമത്തെ ക്വസ്റ്റ്യൻ. എഗെയിൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. 61 നോക്കാം. Recently, India's first national investment and manufacturing zone was proposed to be set up in Andhra Pradesh, Gujarat, Maharashtra and Uttar Pradesh. എവിടെയാണ് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് സോൺ കൊണ്ടുവന്നത്? ഓക്കെ, നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് സോൺ, നിംസ്, എവിടെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നിംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനുഫാക്ചറിങ് സോൺ എന്ന് പറയുന്നത്? സോ ഇറ്റ്സ് എ മെഗാ ഇൻഡസ്ട്രിയൽ സോൺ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മെഗാ ഇൻഡസ്ട്രിയൽ സോണാണ്. മെഗാ ഇൻഡസ്ട്രിയൽ സോണാണ്. എന്തിനു വേണ്ടിയുള്ള, അല്ലെങ്കിൽ എന്താണ് മെഗാ ഇൻഡസ്ട്രിയൽ സോൺ എന്നും പറയാം, അല്ലെങ്കിൽ ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇറ്റ്സ് എ മെഗാ ഇൻഡസ്ട്രിയൽ സോൺ ഓർ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് വിത്ത് വേൾഡ് ക്ലാസ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, എന്താണുള്ളത് ഇതിന്? വിത്ത് വേൾഡ് ക്ലാസ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. വേൾഡ് ക്ലാസ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. സോ അതാണ് എന്തെന്ന് പറയുന്നത് നിംസ്, അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനുഫാക്ചറിങ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അഗെയിൻ നോക്കാം. എന്താണ് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് സോൺ, അല്ലെങ്കിൽ നിംസ് ഫസ്റ്റ് വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നിംസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ മെഗാ ഇൻഡസ്ട്രിയൽ സോൺ, അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആണ് വിത്ത് വേൾഡ് ക്ലാസ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇതെന്താണ് ഒരു വേൾഡ് ക്ലാസ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഉള്ളത് നിംസിന്. ഓക്കെ, സോ അതാണ് എന്ത് 61ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 62. What is the purpose or purposes of district mineral foundations in India? Okay, district mineral foundationന്റെ purpose അല്ലെങ്കിൽ purposes എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നോക്കി, പ്രൊമോട്ടിംഗ് മിനറൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് ഇൻ മിനറൽ റിച്ച് ഡിസ്ട്രിക്ട്സ്. സെക്കൻഡ് വൺ, പ്രൊട്ടക്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ മൈനിങ് ഓപ്പറേഷൻസ്.
തേർഡ് വൺ, ഇത് ഓതറൈസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഇഷ്യൂ ലൈസൻസസ് ഫോർ മിനറൽ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഓതറൈസിങ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഇഷ്യൂ ലൈസൻസസ് ഫോർ മിനറൽ എക്സ്പ്ലോറേഷൻ. മിനറൽ എക്സ്പ്ലോറേഷന് വേണ്ടി എന്താണ് ലൈസൻസ് കൊടുക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ ഓതറൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഇതെന്താണ് ഒരു ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്താണ് ഡിസ്ട്രിക്ട് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഓതറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നാം. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. അപ്പോൾ 3 എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഓപ്ഷൻ സിയും അതുപോലെ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 2 എന്നുള്ള എന്താണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. സോ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ മൈനിങ് ഓപ്പറേഷൻ എന്താണ് ശരിയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, പ്രൊമോട്ടിംഗ് മിനറൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് ഇൻ മിനറൽ റിച്ച് ഡിസ്ട്രിക്റ്റ്. ഓക്കെ, മിനറൽ റിച്ച് ഡിസ്ട്രിക്റ്റിൽ എന്താണ് മിനറൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺ അഫക്റ്റഡ് ബൈ മൈനിങ് ഓപ്പറേഷൻസ്. മൈനിങ് ഓപ്പറേഷൻസ് വഴി എന്താണ് മൈനിങ് ഓപ്പറേഷൻസ് അഫക്റ്റ് ആയ ആൾക്കാർക്ക് എന്താണ് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളൊരിതാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ് പ്രൊമോട്ടിംഗ് മിനറൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസ് ഇൻ മിനറൽ റിച്ച് ഡിസ്ട്രിക്റ്റ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി മാത്രമാണ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ പറയുന്നത് എന്താണ്, ഇത് ഒരു നോൺ പ്രോഫിറ്റ് ബോഡിയാണ്. ഈ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ബോഡിയാണ്. ഓക്കെ, ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ബോഡി. എന്തിനു വേണ്ടിയാണ്? പ്രൈമർലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദോസ് ഡിസ്ട്രിക്ട് അഫക്റ്റഡ് ബൈ മൈനിങ് വർക്ക്സ്. ഓക്കെ, ഡിസ്ട്രിക്ട് അഫക്റ്റഡ് ബൈ മൈനിങ് വർക്ക്സ്. അപ്പോൾ മൈനിങ് വർക്ക്സ് കാരണം അഫക്റ്റ് ആയിട്ട് ഡിസ്ട്രിക്ട്സിന് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായത്. കാരണം എന്താണ് അത് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് പേഴ്സൺസ് അഫക്റ്റഡ് ബൈ മൈനിങ് ഓപ്പറേഷൻസ്. ഓക്കെ, സോ അതാണെന്ത് ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻസിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊമോഷൻ ഓഫ് മിനറൽ എക്സ്പ്ലോറേഷൻ എന്താണ് അവരുടെ ഒരു പ്രൈമറി ഫംഗ്ഷൻ അല്ല. ഓക്കെ, അവരുടെ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഇറ്റ്സ് എ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അഫക്റ്റഡ് ഏരിയ. എപ്പോഴും എന്താണ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അഫക്റ്റഡ് ഏരിയ ആണെന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കൂടാതെ എന്താണ് ഓതറൈസിങ് ലൈസൻസസ് ഫോർ മിനറൽ എക്സ്പ്ലോറേഷൻ അതെന്താണ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഓതറൈസിങ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഇഷ്യൂ ലൈസൻസസ് ഫോർ മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എന്താണ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, മിനറൽ എക്സ്പ്ലോറേഷൻ ലൈസൻസ് കൊടുക്കുക സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലാതെ എന്താണ് ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ്റെ അല്ല. സോ അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വയം ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എയിംസ് അറ്റ് ഓപ്ഷൻ എ promoting self-help groups in rural areas. Second, option B, providing financial and technical assistance to young startup entrepreneurs. Option C, promoting the education and health of adolescent girls. And option D, providing affordable and quality education to the citizens for free. അപ്പോൾ എന്താണ് സ്വയം ഇനിഷ്യേറ്റീവ് എന്നാണ് പറയുന്നത്? എഗെയിൻ എന്താണ് ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നോക്കാം, ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രൊവൈഡിങ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു സിറ്റിസൺസ് ഫോർ ഫ്രീ. ഓക്കെ, അപ്പോൾ എന്താണ് സ്വയം ഇനിഷ്യേറ്റീവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? സ്വയം മീൻസ് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സോ അതാണെന്ന് പറയുന്നത് സ്വയം ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്, അതാണ് സ്വയം ഇനിഷ്യേറ്റീവ് പറയുന്നത്. സോ ഇതെന്താണ്? ഇറ്റ്സ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് എന്തായാലും ചേഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനായി മാറിയത്. ഓക്കെ, ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനായി 2020 എന്താ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മാറിയിട്ട് എന്തായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? ദേ പ്രൊവൈഡിങ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു സിറ്റിസൺ ഫോർ ഫ്രീ. അത് എങ്ങനത്തെയാണ്? ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സ്വയം എന്ന് പറയുന്നത് എന്താണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സോ അതാണെന്ന് പറയുന്നത് സ്വയം ഇനിഷ്യേറ്റീവിനെ പറ്റി പറയുന്നത്.
ഓക്കെ, അപ്പോൾ എന്താണ് സ്വയം ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ദേ പ്രൊവൈഡിങ് അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ദ സിറ്റിസൺ ഫോർ ഫ്രീ. ആൻഡ് ഇറ്റ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. സോ ദിസ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഈസ് റീനെയിംഡ് ടു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് 2020. ഓക്കെ, 2007 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടായിരുന്നു. സോ അതിലെന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഒരു മിനിസ്ട്രി കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് 63ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 64. ദ Montague-Chelford പ്രൊപ്പോസൽ വെയർ റിലേറ്റഡ് ടു. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Montague-Chelford പ്രൊപ്പോസൽ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്കറിയാം. സോഷ്യൽ റിഫോംസ് അല്ല, എഡ്യൂക്കേഷൻ റിഫോംസ് അല്ല, റിഫോംസ് ഇൻ പോലീസ് അഡ്മിനിസ്ട്രേഷൻ അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ്. ഓക്കെ, Montague-Chelford പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ ഇതെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ് Montague-Chelford പ്രൊപ്പോസൽസ്. നമുക്കറിയാം. ഓക്കെ, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഓക്കെ, ഇതിലാണ് എന്ത് ഈ പ്രൊപ്പോസൽസ് വരുന്നത്. ഓക്കെ, ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ടൈമിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആരായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരായിരുന്നു ആ ടൈമിൽ? എഡ്വിൻ മൊണ്ടേഗ് ആയിരുന്നു. അതുപോലെ വൈസ്രോയ് ഓഫ് ഇന്ത്യ ആരായിരുന്നു ആ ടൈമിൽ? ലോർഡ് ചേംസ്ഫോം ആയിരുന്നു. അതുകൊണ്ടാണ് എന്ത് Montague-Chelford എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 തിരിച്ചത്. ഓക്കെ, സോ ദിസ് ലെഡ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ദ ഇൻട്രൊഡ്യൂസിങ് സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? ഈ ഒരു Montague-Chelford പ്രൊപ്പോസൽസ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഓൾസോ ദ മേക്കിംഗ് ചേഞ്ചസ് ടു ദ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെൻറ്സിൻ്റെ സ്ട്രക്ചറിൽ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് എന്താണ് ഇത് വളരെയധികം പ്രാധാന്യം കൊണ്ടുവന്നു. കൂടാതെ മറ്റെന്തൊക്കെ പ്രത്യേകതയാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 അല്ലെങ്കിൽ Montague-Chelford റിഫോംസിലുണ്ടായിരുന്നത്? ഇവരാണ് എന്ത് കൊണ്ടുവന്നത്? ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതാണ്? ഈ ഒരു ആക്ട് വഴിയാണ്. ഇത് കൂടാതെ എന്താണ് സെൻട്രൽ ലെജിസ്ലേച്ചറിനെ ബൈക്യാമറലും ആക്കി. ഓക്കെ, മെയ്ഡ് സെൻട്രൽ ലെജിസ്ലേച്ചർ ബൈക്യാമറൽ. ഓക്കെ, സോ ഒരു ബൈക്യാമറൽ സിസ്റ്റം കൊണ്ടുവന്നത് എന്താണ്? ഈ ഒരു ആക്ട് വഴിയാണ്. ഇത് കൂടാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്തതാണ് ഈ ഒരു ആക്ടിലൂടെയാണ്. സോ ഫസ്റ്റ് PSC അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്നു. അതുപോലെ എന്താണ് ഡയറക്റ്റ് സിസ്റ്റം, ദെൻ സെൻട്രൽ ലെജിസ്ലേച്ചർ ബൈക്യാമറൽ ആക്കി. ഇതെല്ലാം എന്താണ് ഈ Montague-Chelford പ്രൊപ്പോസൽസിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അത് മെയിനായിട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആയിരുന്നു. ഓഡിറ്റ്. സോ അതാണ് എന്ത് 64ാമത്തെ ക്വസ്റ്റ്യൻ. 65ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. What is or are common to two historical places known as Ajanta and Mahabalipuram? ഓക്കെ, നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ അതുപോലെ ആൻഷ്യൻ്റ് ഇന്ത്യയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അജന്തയും മഹാബലിപുരവും. ഓക്കെ, മിഡീവലിലോട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോത്ത് വെർ ബിൽറ്റ് ഇൻ ദ സെയിം പീരീഡ്. Second one, both belong to the same religious denomination. Third one, both have rocket monuments. So നമുക്ക് അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റും. നമുക്കറിയാം അജന്തയും മഹാബലിപുരവും എന്താണ്? ബോത്ത് റോക്കറ്റ് മൊണ്യൂമെൻറ്റ്സ് ആണ്. ഓക്കെ, രണ്ടും എന്താണ്? റോക്കറ്റ് മൊണ്യൂമെൻറ്റ്സ് ആണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എന്തായാലും ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് 1 and 2 കളയാം. ദെൻ നൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബോവ്, അതും തെറ്റാണ്. ഓക്കെ, ദെൻ 3 ശരിയാണ്. ഇനി നമുക്ക് 2 അപ്പോൾ എന്താണ് തെറ്റാണെന്ന് ഇതിന് മനസ്സിലാവും. കാരണം എന്താണ്? 2 ഉള്ള വേറെ ഓപ്ഷൻസ് ഇല്ല. സോറി, 1ഉം 3ഉം ഉള്ളതും അതുപോലെ എന്താണ് 3 ഓൺലി മാത്രമേ ഉള്ളത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണ്. കാരണം ബോത്ത് ബിലോങ് ടു ദ സെയിം റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ബോത്ത് ബിൽഡ് ഇൻ ദ സെയിം പീരീഡ്. രണ്ടും ഒരേ പീരീഡാണ് ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചേക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. രണ്ടും ഒരേ പീരീഡിലല്ല ബിൽഡ് ചെയ്തത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. 3 ഓൺലി ആയിരിക്കും. 3ാമത്തെ മാത്രമായിരിക്കും എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്കിവിടെ ആദ്യത്തെ കിട്ടിയപ്പോൾ തന്നെ എന്താണ്? രണ്ടും റോക്കറ്റ് മൊണ്യൂമെൻറ്റ്സ് ആണെന്ന് കിട്ടിയപ്പോൾ തന്നെ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് 2 ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 50-50 ചാൻസ് എന്താണ്? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ മാക്സിമം കൊണ്ടെത്തിക്കണം. അതിനുള്ളൊരു കഴിവ് വേണം നമുക്ക്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് മനസ്സിലായി. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 3 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അജന്തയും മഹാബലിപുരത്തിനെയും പറ്റിയാണ് പറയുന്നത്. അജന്ത കേവ്സും ഉണ്ട്, അതുപോലെ എന്താണ് മഹാബലിപുരത്തിലെ ടെമ്പിൾസും ഉണ്ട്. ഈ അജന്ത എന്ന് പറഞ്ഞാൽ ഏത് ടൈമിലായിരുന്നു വന്നത്? ഫസ്റ്റ് നമുക്ക് അജന്തയെ പറ്റി നോക്കാം. ഇത് 2nd സെഞ്ച്വറി BC മുതൽ
അല്ലെങ്കിൽ സെക്കൻഡ് സെഞ്ചുറി BCEക്കും അതുപോലെ എന്താണ് 480 CEക്കും കോമൺ എറ ആ ഒരു ഗ്യാപ്പിന് ഇടയ്ക്കാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്താണ് 200 BCയും അതുപോലെ എന്താണ് ഏകദേശം 480 അല്ലെങ്കിൽ 600 ആ ഒരു പീരീഡിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഈ അജന്ത കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ബുദ്ധിസ്റ്റ് കേവ് ആണ്. ഓക്കെ, ബുദ്ധിസ്റ്റ് കേവ് ആണ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് റോക്കറ്റ് മോണ്യുമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ അജന്ത എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ്സ് പ്ലേസ്ഡ് ഇൻ മഹാരാഷ്ട്ര. അജന്ത ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ഡിസ്ട്രിക്റ്റിലാണ് ഇത് അജന്ത കേവ്സ് കാണപ്പെടുന്നത്. സോ അതാണ് അജന്തയെ പറ്റി പറയുന്നത്. സോ ടൈം പീരീഡ് ഏതാണ്? സെക്കൻഡ് സെഞ്ചുറി BCE to 480 CE ആണ്. ആൻഡ് ആൾസോ ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് കേവ്. നെക്സ്റ്റ് മഹാബലിപുരം നോക്കുന്നെങ്കിൽ മഹാബലിപുരം ആണെങ്കിൽ എന്താണ്? അത് പല്ലവ പീരീഡിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, പല്ലവ പീരീഡ് അതായത് ഏകദേശം ഒരു 7th and 8th century CE. ഓക്കെ, സോ രണ്ടിൻ്റെയും ടൈം പീരീഡ് ഇവിടെ നിന്ന് എന്താണ് ഡിഫറൻസ് ആണ്. കാരണം അജന്ത പറയുന്നത് സെക്കൻഡ് സെഞ്ചുറി BCE മുതൽ 480 CE ആണ്. ബട്ട് പല്ലവ പീരീഡ് 7th to 8th century CE ആണ്. ഓക്കെ, ദെൻ ഓൾസോ മഹാബലിപുരം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഹിന്ദു റോക്ക് ടെമ്പിൾ. ഹിന്ദു റോക്കറ്റ് ടെമ്പിൾ. ഓക്കെ, മഹാബലിപുരത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിന്ദു റോക്കറ്റ് ടെമ്പിൾ ആണ്. അജന്ത നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് കേവ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് റോക്കറ്റ് മോണ്യുമെൻ്റ് ആണെന്ന് പറഞ്ഞു. ബട്ട് മഹാബലിപുരത്ത് എന്താണ്? ഹിന്ദു റോക്കറ്റ് ടെമ്പിൾ ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കണത് എന്താണ്? ഷോർ ടെമ്പിളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഷോർ ടെമ്പിൾ എന്താണ്? ഇതിന് എക്സാമ്പിളാണ് മഹാബലിപുരത്തെ അല്ലെങ്കിൽ മഹാബലിപുരത്തെ പല്ലവ പീരീഡിലെ ഹിന്ദു റോക്കറ്റ് ടെമ്പിളിന് എക്സാമ്പിളാണ് എന്ന് പറയുന്നത് ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത്. സോ അതാണ് എന്ത് അജന്ത കേവ്സിനെയും അതുപോലെ എന്താണ് മഹാബലിപുരത്തിന് അജന്തയെ പറ്റി മഹാബലിപുരത്തിനെ പറ്റി നോക്കാനുള്ളത്. ഓക്കെ, സോ രണ്ടും എന്താണ്? സെയിം പീരീഡ് അല്ല, ഡിഫറെൻറ്റ് പീരീഡ് ആണ്. അജന്ത കേവ്സ് സെക്കൻഡ് സെഞ്ചുറി BCE മുതൽ 480 CE ആണ്. ആൻഡ് ആൾസോ ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് കേവ് അല്ലെങ്കിൽ എന്താണ്? ബുദ്ധിസ്റ്റ് റോക്കറ്റ് മോണ്യുമെൻ്റ് ആണ്. ദെൻ നമുക്ക് പല്ലവ പീരീഡ് നോക്കണം അല്ലെങ്കിൽ മഹാബലിപുരം നോക്കണേ എന്താണ്? പല്ലവ പീരീഡിലാണ്, അതായത് 7th 8th century CEയിലാണ്. ആൻഡ് ആൾസോ ഇറ്റ്സ് എ ഹിന്ദു റോക്കറ്റ് ടെമ്പിൾ ആണ്. എക്സാമ്പിൾ നോക്കണേ ഷോർ ടെമ്പിൾ. ഓക്കെ, ഷോർ ടെമ്പിൾ മഹാബലിപുരം എക്സാമ്പിൾ ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3 only ആണ്. ബോത്ത് ഹാവ് റോക്കറ്റ് മോണ്യുമെൻറ്റ്സ്. ഓക്കെ, സോ അതാണ് എന്ത് 65ാമത്തെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ 66ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. With reference to bitcoins, sometimes seen in the news, which of the following statement is or are correct? ആ ടൈമിലെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Bitcoins are tracked by the central government of the countries. Anyone with a Bitcoin address can send and receive Bitcoins from anyone else with a Bitcoin address. Statement 3. Online payments can be sent without either side knowing the identity of the other. Select the correct answer using the code given below. Option A 1 and 2 only, option B 2 and 3 only, option C 3 only, option D 1, 2 and 3 only. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നമുക്കിപ്പോൾ എന്താണ് ഏകദേശം ഈ ഒരു 2025 പീരീഡ് ആകുമ്പോൾ നമുക്ക് എന്താണ് ബിറ്റ്കോയിൻ എന്ന് അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, കാരണം 2014 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈമിൽ എന്താണ് ബിറ്റ്കോയിൻ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടില്ലായിരുന്നു. 2016 ടൈമിൽ എന്താണ് ബിറ്റ്കോയിൻസിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് എന്താണ് നമുക്ക് നോർമലി അറിയാം എന്താണ് ബിറ്റ്കോയിൻസ് എന്ന്. ഓക്കെ, അല്ലെങ്കിൽ ബിറ്റ്കോയിൻസിനെ പറ്റിയുള്ള ജനറൽ അവയർനെസ് എന്താണ് എല്ലാവർക്കും ഉണ്ട്. നമുക്കിപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയാലും അല്ലാതെയൊക്കെ ആയാലും എന്താണ് ബിറ്റ്കോയിൻസിനെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി ബിറ്റ്കോയിൻസ് ആർ ട്രാക്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്സ് ഓഫ് ദ കൺട്രീസ്. ഓക്കെ, ഒരു കൺട്രിയുടെ സെൻട്രൽ ബാങ്ക്സ് ആണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ബിറ്റ്കോയിൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു ഡീസെൻട്രലൈസ്ഡ് മണിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻസ് എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസിയാണ്. ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസിയാണ് എന്ത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് പറയുന്നത് എനിവൺ വിത്ത് എ ബിറ്റ്കോയിൻ അഡ്രസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ബിറ്റ്കോയിൻസ് ഫ്രം എനിവൺ എൽസ് വിത്ത് എ ബിറ്റ്കോയിൻ അഡ്രസ്സ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, ബിറ്റ്കോയിൻ അഡ്രസ്സുള്ള ആർക്കും എന്താണ് സെൻഡ് ചെയ്യാനും അതുപോലെ എന്താണ് റിസീവ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അതായത് രണ്ടുപേർക്കും എന്താണ് ബിറ്റ്കോയിൻ അഡ്രസ്സ് വേണം, അത് മാത്രമാണ് ഇത് കോമൺ ആയിട്ട് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി പറയുന്നത് എന്താണ് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ക്യാൻ ബി സെൻഡ് വിത്തൗട്ട് എയ്തർ സൈഡ് നോയിങ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ അതർ. അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ് 2 and 3 only ആണ്. ഓക്കെ, നമുക്ക് ബിറ്റ്കോയിൻ യൂസ് ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എയ്തർ സൈഡ് നോയിങ്. ഓക്കെ, രണ്ട് സൈഡിലും എന്താണ് ഐഡൻറ്റിറ്റി അറിയത്തില്ല ആരാണെന്നുള്ളത്. എന്ത് മാത്രമാണ് അറിയുന്നത് ഇത് ഒരു ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് ബിറ്റ്കോയിൻ യൂസ് ചെയ്യുന്നത് എന്താണ് ഒരു ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡായിരിക്കും.
ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്താണ് ഹൂ ദ ഇൻഡിവിജ്വൽസ് അവരെന്താണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ഇൻഡിവിജ്വൽസ് ബിഹൈൻഡ് ദ ബിറ്റ് കോയിൻ എന്താണ് അത് റിവീൽ ചെയ്യത്തില്ല. ഓക്കെ, ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യത്തില്ല. സോ ഐഡൻറ്റിറ്റി നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കത്തില്ല ബിറ്റ് കോയിനിൽ. അതുകൂടാതെ എന്താണ് എനിവൺ വിത്ത് എ ബിറ്റ് കോയിൻ അഡ്രസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് ബിറ്റ് കോയിൻസ് ഫ്രം എനിവൺ എൽസ് വിത്ത് എ ബിറ്റ് കോയിൻ അഡ്രസ്. ഒരു ബിറ്റ് കോയിൻ അഡ്രസ് വെച്ച് എന്താണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബിറ്റ് കോയിൻ മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് എന്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതിനിടയിൽ എന്താണ് ഒരു ഇൻ്റർമീഡിയറിയുടെ ആവശ്യമില്ല. ഓക്കെ, ഇൻ്റർമീഡിയറിയുടെ ആവശ്യം അവിടെ ഇല്ല. സോ അതാണ് എന്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ബിറ്റ് കോയിൻസ് ആർ ട്രാക്ഡ് ബൈ സെൻട്രൽ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. സെൻട്രൽ ബാങ്ക്സോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെയോ ഒരു ആവശ്യമില്ല. കാരണം ഇതെന്താണ് ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസിയാണ്. ഓക്കെ, അതിന് ഒരു സെൻട്രൽ അതോറിറ്റിയുടെ ആവശ്യമില്ല. ഓക്കെ, ഇത് പിയർ ടു പിയർ ആയിട്ട് നമുക്ക് എന്താണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെറ്റ്വർക്ക് വെച്ച് നമുക്ക് എന്താണ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ എന്താണ് സെൻട്രൽ ബാങ്ക്സോ ഗവൺമെൻറ്റോ ആവശ്യം വരുന്നില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് ഒരു ബിറ്റ് കോയിൻ അഡ്രസ് ഉള്ള ആർക്കും അതെന്താണ് വാങ്ങാനോ അതുപോലെ എന്താണ് കൊടുക്കാനും സാധിക്കും. ആൻഡ് ഫൈനൽ വൺ, ഓൺലൈൻ പേയ്മെൻറ്റ്സ് ക്യാൻ ബി സെൻഡ് വിത്തൗട്ട് either side knowing the identity of the other. ഓക്കെ, സോ എന്താണ് പരസ്പരം എന്താണ് ഐഡൻറ്റിറ്റി മനസ്സിലാകത്തില്ല. ഇത് ജസ്റ്റ് എന്താണ് ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ആവുന്നുണ്ട്, ബട്ട് എന്താണ് ആ ഐഡൻറ്റിറ്റി ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി എന്താണ് അവിടെ റിവീൽ ചെയ്യപ്പെടുന്നില്ല. സോ അതാണ് എന്ത് ബിറ്റ് കോയിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. സോ 66 66ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 67ാമത്തെ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഹാസ് ബീൻ സെറ്റപ്പ് ബൈ ദ APEC or APEC. Second one, the headquarters of New Development Bank is in Shanghai. Okay, so New Development Bank നെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഹാസ് ബീൻ സെറ്റപ്പ് ബൈ ദ APEC. ഓക്കെ, സോ ഇതെന്താണ് APEC അല്ലെങ്കിൽ APEC ആണ് ഇത് സെറ്റപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ ഇത് സെറ്റപ്പ് ചെയ്തത് എന്താണ് APEC അല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയെന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ് ബ്രിക്സ് കൺട്രീസ് ആണ്. ഓക്കെ, ഇത് ചെയ്ത് ബ്രിക്സ് കൺട്രീസ് ആണ്. ബ്രിക്സിൽ ആരൊക്കെയാണ് വരുന്നത് നമുക്കറിയാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇതായിരുന്നു എന്ത് ഇനിഷ്യൽ ബ്രിക്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ഷാങ്ഹായിലാണ്. ഓക്കെ, സോ ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബ്രിക്സ് ആണ്. ആൻഡ് ദർ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഷാങ്ഹായി ആണ്. എവിടെയാണ്? ചൈന. ഷാങ്ഹായ് ചൈനയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഇത് എന്താണ് അപ്പോൾ ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും ശരിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ബ്രിക്സ് മെമ്പേഴ്സിനെ പറ്റി പറഞ്ഞു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞു ബ്രിക്സ് മെമ്പേഴ്സ്. പക്ഷേ എന്താണ് 2024 എന്താണ് ഈ ബ്രിക്സ് മെമ്പേഴ്സിൽ എന്താണ് കുറച്ച് പേരെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2027 ബ്രിക്സിൽ ന്യൂ മെമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? സൗദി അറേബ്യ, ദെൻ ഇറാൻ, UAE, ഈജിപ്റ്റ്, എത്യോപ്യ. ഓക്കെ, സോ ഇവരെല്ലാം എന്താണ് 2024 എന്താണ് ബ്രിക്സിൽ ആഡ് ചെയ്ത മെമ്പേഴ്സാണ്. സൗദി അറേബ്യ, ദെൻ ഇറാൻ, UAE, ഈജിപ്റ്റ്, എത്യോപ്യ. ഓക്കെ, സോ ഇവരെല്ലാം എന്താണ് 2027 ബ്രിക്സിലോട്ട് ആഡായവരാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള എയിം അല്ലെങ്കിൽ ഇവരുടെ റോൾ എന്താണ്? ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ റോൾ എന്താണെന്ന് പറയുന്നത് ദേ സപ്പോർട്ട് പബ്ലിക് ഓർ പ്രൈവറ്റ് പ്രോജക്ട്സ് ത്രൂ ലോൺസ്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക്കോ അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് പ്രോജക്ട്സിനോ ലോൺസ് കൊടുക്കുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആൾസോ പ്രൊവൈഡ് ഗ്യാരണ്ടീസ്, ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയും? ദേ പ്രൊവൈഡ് ദേ സപ്പോർട്ട് പബ്ലിക് ഓർ പ്രൈവറ്റ് ലോൺസ്. ഓക്കെ, പ്രോജക്ട്സ്, പബ്ലിക് ഓർ പ്രൈവറ്റ് പ്രോജക്ട്സ് ത്രൂ ലോൺസ്, ദെൻ ഇക്വിറ്റി ഷെയർസ്, ദെൻ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ ഇതെല്ലാം എന്ത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണിത് ഫോം ചെയ്തത് അല്ലെങ്കിൽ ആരാണ് സെറ്റപ്പ് ചെയ്തത്? ബ്രിക്സ് ആണ്, ബ്രിക്സ് കൺട്രീസ് ആണ്. ഏത് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഷാങ്ഹായ് ചൈനയിലാണ്. ഇത് 2014 ഓക്കെ, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് 2014 ദെൻ 2024 ബ്രിക്സിലേക്ക് മെമ്പേഴ്സ് ആഡായി. സൗദി അറേബ്യ, ഇറാൻ, UAE, ഈജിപ്റ്റ് ആൻഡ് എത്യോപ്യയാണ് ആഡായത്. ദെൻ ഇവരുടെ പ്രധാന ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദേ സപ്പോർട്ട് പബ്ലിക് ഓർ പ്രൈവറ്റ് പ്രോജക്ട്സ് ത്രൂ ലെൻഡിങ് ലോൺസ് ആൻഡ് ഗ്യാരണ്ടീസ്, ദെൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ. ഓക്കെ, കൂടാതെ അതർ ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ,
സോ അതാണ് 67ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 68ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആൻഡ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്. നമുക്കറിയാവുന്നതാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി ആയാലും കസ്തൂരിരംഗൻ കമ്മിറ്റി ആയാലും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഏത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടായാലും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടായാലും. ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഗാഡ്ഗിൽ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ. ഓക്കെ, അതുകൂടാതെ കസ്തൂരിരംഗൻ പറയുന്നത് എന്താണ്? ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്സ് ഓഫ് high level working groups of western Ghats. ഓക്കെ, അതാണ് എന്ത് കസ്തൂരിരംഗൻ പറയുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി വെസ്റ്റേൺ ഗട്ട് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇവർ രണ്ടുപേരും ഒരു റിപ്പോർട്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി 2011 കസ്തൂരിരംഗൻ എന്താണ് 2013 എന്താണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റി എന്താ റെക്കമെൻഡ് ചെയ്തത്? ദേ റെക്കമെൻഡഡ് വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി അതോറിറ്റി. ഓക്കെ, വെസ്റ്റേൺ ഗട്ട് എക്കോളജി അതോറിറ്റി വേണമെന്ന് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു. വെസ്റ്റേൺ ഗട്ട് എക്കോളജി അതോറിറ്റി വേണമെന്ന് ആര് പറഞ്ഞത്? ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ആൻഡ് ഓൾസോ കസ്തൂരിരംഗൻ എന്താ റെക്കമെൻഡ് ചെയ്തത്? ദേ റെക്കമെൻഡഡ് ബാൻ ഓൺ മൈനിങ്, ക്വാറിയിങ്, ബാൻ ഓൺ മൈനിങ്, ക്വാറിയിങ് ആൻഡ് ന്യൂ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതെല്ലാം എന്താണ് കസ്തൂരിരംഗൻ കമ്മിറ്റി ബാൻ ചെയ്തതാണ്. ഓക്കെ, ആരായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ? മാധവ് ഗാഡ്ഗിലായിരുന്നു അതിൻ്റെ ചെയർമാൻ. ഓക്കെ, മാധവ് ഗാഡ്ഗിൽ. ഓക്കെ, ദെൻ അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി എന്തിനു വേണ്ടിയായിരുന്നു? രണ്ടും വെസ്റ്റേൺ ഗട്ട്സിന് വേണ്ടിയായിരുന്നു, അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് വെസ്റ്റേൺ ഗട്ട് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനൽ എന്ന്. അതുപോലെ കസ്തൂരിരംഗൻ കമ്മിറ്റി ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി 2011 വെസ്റ്റേൺ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് 2013 എസ്റ്റാബ്ലിഷ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തു ഒരു. ദെൻ ഗാഡ്ഗിൽ കമ്മിറ്റി എന്താ റെക്കമെൻഡ് ചെയ്തത്? വെസ്റ്റേൺ ഗട്ട് എക്കോളജി അതോറിറ്റി റെക്കമെൻഡ് ചെയ്തു. ആൻഡ് ഓൾസോ കസ്തൂരിരംഗൻ എന്ത് ചെയ്തു? ദേ പ്രപ്പോസ് ടു ബാൻ ദ മൈനിങ്, ക്വാറിയിങ് ആൻഡ് ന്യൂ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ്. ഓക്കെ, മാധവ് ഗാഡ്ഗിലായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. മറ്റേതെന്താണ്? കസ്തൂരിരംഗനായിരുന്നു. ഓക്കെ, സോ അതാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരിരംഗൻ കമ്മിറ്റിയെ പറ്റിയുള്ളത്. രണ്ടും വെസ്റ്റേൺ ഗട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് 68ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് 69 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ്: Calcutta Unitarian Committee, Tabernacle of New Dispensation, Indian Reform Association. Keshav Chandra Sen is associated with the establishment of which of the above? Okay, modern India ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേശവ് ചന്ദ്രസെൻ ഇതിൽ ഏതൊക്കെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ അസോസിയേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്? അപ്പോൾ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 3ഉം ആണ്, ഒന്നില്ല. കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി ഇല്ല. അതെന്താണ്? അത് ആ ഒരു കമ്മിറ്റിയിൽ എന്താണ് അതേ മെമ്പർ ആയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 2 and 3 ആണ്. ഓപ്ഷൻ ബി ആണ്, 2 and 3 only ആണ്. ഓക്കെ, ഇത് കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? രാജാറാം മോഹൻ റോയ് ഫോം ചെയ്തതാണ്. രാജാറാം മോഹൻ റോയ് ആണ് കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഫോം ചെയ്തത്. ഇനി കേശവ് ചന്ദ്രസെനെ പറ്റി നമ്മൾ നോക്കുന്നതിന് എന്താണ്? അദ്ദേഹം ടേബർനാക്കിൾ ഓഫ് ന്യൂ ഡിസ്പെൻഷനും അതുപോലെ എന്താ ഇന്ത്യൻ റിഫോം അസോസിയേഷനിലും എന്തായാലും മെമ്പർ ആയിരുന്നു. ഓക്കെ, 1868 ജാനുവരി 24 ഓക്കെ, ജാനുവരി 24 എന്താണ്? ഹി ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഹിസ് മന്ദിർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മന്ദിറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ടാബർനാക്കിൾ ഓഫ് ന്യൂ ഡിസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1864 ജാനുവരി 24 എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ഒരു മന്ദിർ, അതിനെയാണ് ടാബർനാക്കിൾ ഓഫ് ന്യൂ ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത്. അതിനെന്താണ്? സ്റ്റോൺ ലേ ചെയ്തു. ഓക്കെ, ദെൻ അതുകൂടാതെ അദ്ദേഹം എന്താണ്? ഇന്ത്യൻ റിഫോം അസോസിയേഷൻ്റെയും മെമ്പറായിരുന്നു. ഓക്കെ, അതാണെന്ത്? കേശവ് ചന്ദ്ര സെന്നെ പറ്റി പറയുന്നത്. ഓക്കെ, ആൻഡ് ആരായിരുന്നു അദ്ദേഹം? ഈസ് എ സോഷ്യൽ റിഫോമർ ഫ്രം ഇവിടെ നിന്ന് ഏത് റീജിയനിൽ നിന്നായിരുന്നു? ബംഗാൾ റീജിയനിൽ ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. ഓക്കെ, സോഷ്യൽ റിഫോമർ ഫ്രം ബംഗാൾ. അതുപോലെ ടാബർനാക്കിൾ ഓഫ് ന്യൂ ഡിസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ദിരമായിരുന്നു. ആൻഡ് ആൾസോ ഹിസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി 2 and 3 only ആണ് കറക്റ്റ്. ഓക്കെ, അതാണ് 69ാമത്തെ ക്വസ്റ്റ്യൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ:
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ? ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ മെമ്പർ അല്ലാത്ത ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറാൻ, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്. ഇതിൽ ആരാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ മെമ്പർ അല്ലാത്തത്? ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ ഇറാനാണ്. ഓക്കെ, ഇറാനാണ് മെമ്പർ അല്ലാത്തത്. സൗദി അറേബ്യയും ഒമാനും കുവൈറ്റും എല്ലാം എന്താണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ GCCയുടെ മെമ്പറാണ്. അപ്പോൾ എന്താണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്? ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് ആണ്. ഓക്കെ, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് ആണ്. ഓക്കെ, ആരെയൊക്കെ? 6 മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, 6 മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. 6 മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ദെൻ ഖത്തർ, ഒമാൻ, UAE. ഓക്കെ, സോ ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE. ഇങ്ങനെ 6 പേരുടെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് ആണെന്ന് പറയുന്നത് ഈ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCC എന്ന് പറയുന്നത്. എവിടെയാണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? സൗദി അറേബ്യയിൽ റിയാദിലാണ്. ഓക്കെ, സൗദി അറേബ്യയിൽ റിയാദിലാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സൗദി അറേബ്യയിൽ റിയാദിലാണ് വരുന്നത്. ആൻഡ് ആൾസോ ഇവരെല്ലാം എന്താണ് GCC മെമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? നോർമലി ഒരു മൊണാർക്കീസാണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ GCC മെമ്പേഴ്സ് എല്ലാം എന്താണ്? മൊണാർക്കീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് എന്ത് GCC അല്ലെങ്കിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് GCC അല്ലെങ്കിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് അലയൻസ് ഓഫ് 6 മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണ്. ഏതൊക്കെയാണ് കൺട്രീസ് എന്ന് പറയുന്നത്? ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, അതുപോലെ ഖത്തർ, ഒമാൻ, UAE. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. ഓക്കെ, സോ ഇതാണ് എന്ത് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിനെ പറ്റിയുള്ളത്. നെക്സ്റ്റ് 71ാമത്തെ ക്വസ്റ്റ്യൻ. What is or are the purpose or purposes of government's sovereign gold bond scheme and gold monetization scheme? Okay, gold monetization scheme അതുപോലെ എന്താണ് sovereign gold bond scheme അതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ടു ബ്രിങ് ദ ഐഡിയൽ ഗോൾഡ് ലൈങ് വിത്ത് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ടു ദ എക്കോണമി. സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് FDI in the gold and jewelry sector. തേർഡ് വൺ, ടു റെഡ്യൂസ് ഇന്ത്യസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോൾഡ് ഇമ്പോർട്ട്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A 1 only, ഓപ്ഷൻ B 2 and 3 only, ഓപ്ഷൻ C 1 and 3 only, ഓപ്ഷൻ D 1, 2 and 3. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ടു ബ്രിങ് ദ ഐഡിയൽ ഗോൾഡ് ലൈങ് വിത്ത് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ഇൻ ദ എക്കോണമി. സോ അതെന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമിൻ്റെ ആയാലും ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിൻ്റെ ആയാലും എന്താണ് ഒരു പർപ്പസ് എന്താണ്? ടു ബ്രിങ് ദ ഐഡിയൽ ഗോൾഡ് ലൈങ് വിത്ത് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ഇൻ ദ എക്കോണമി. ഇന്ത്യൻ ഹൗസ് ഹോൾഡിലുള്ള ആ ഒരു ഗോൾഡ് എന്താണ് എക്കോണമിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇവരുടെ ഒരു ഉദ്ദേശമാണ്. സെക്കൻഡ് വൺ, ടു പ്രൊമോട്ട് FDI ഇൻ ദ ഗോൾഡ് ആൻഡ് ജ്വല്ലറി സെക്ടർ. ഇല്ല. ഓക്കെ, ഗോൾഡ് ആൻഡ് ജ്വല്ലറി സെക്ടർ എന്താണ് FDI പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ് അവരുടെ എയിം അല്ല. ആൻഡ് ഓൾസോ തേർഡ് വൺ, ടു റെഡ്യൂസ് ഇന്ത്യസ് ഡിപ്പെൻഡൻസ് ഓൺ ഗോൾഡ് ഇമ്പോർട്ട്സ്. അതും എന്താണ് നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നുള്ള ഏതായാലും എന്താണ് ഇന്ത്യയുടെ ഒരു എന്താണ് ഗോൾഡ് ഇമ്പോർട്ട്സ് റെഡ്യൂസ് ചെയ്യുക. അതെന്തായിരിക്കും അവരുടെ ഒരു എയിം ആയിരിക്കും എപ്പോഴും. സോ ആൻസർ 1 and 3 ആണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? അത് ഗോൾഡ് നമ്മുടെ എക്കോണമിയിൽ എങ്ങനെ മാനേജ് ചെയ്യുക. ഓക്കെ, മാനേജിങ് ഗോൾഡ് ഇൻ ദ എക്കോണമി. മാനേജിങ് ഗോൾഡ് ഇൻ എക്കോണമി. ആൻഡ് ഓൾസോ എന്താണ് എയിം എന്ന് പറയുന്നത്? എയിം ഈസ് ടു മൊബിലൈസ് the large amount of ideal household gold in India and bring into formal economy. Okay, so ഇന്ത്യയിലുള്ള ഹൗസ് ഹോൾഡ് ഗോൾഡിനെ എന്ത് ചെയ്യുക? ഫോർമൽ എക്കോണമിയിലേക്ക് കൊണ്ടുവരിക. അതെന്താണ് അവരുടെ എയിമാണ്. ഓക്കെ, ആൻഡ് ആൾസോ റെഡ്യൂസ് ദ ഇന്ത്യസ് റെസിലിയൻസ് ഓൺ ഗോൾഡ് ഇമ്പോർട്ട്സ്. ഓക്കെ, ഗോൾഡ് ഇമ്പോർട്ട്സിനെ റെസിലിയൻസ് ചെയ്യുക. കാരണം അതെന്താണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണ് കുറയ്ക്കാനായിട്ട് കാരണമാകും. നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട്സ് കുറച്ച് എന്ത് ചെയ്യാതെ എന്തിന് ഹെൽപ്പ് ചെയ്യും? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകും. ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് എന്ത് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമും അതുപോലെ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രൈമറി ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ടു മാനേജിങ് ഗോൾഡ് ഇൻ ദ എക്കോണമി. സോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും? ടു ബ്രിങ് ദ ഐഡിയൽ ഗോൾഡ് ലൈങ് വിത്ത് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ഇൻ ടു എക്കോണമി. അതായത് ഇന്ത്യൻ ഹൗസ് ഹോൾഡിലുള്ള ഒരു ഗോൾഡ് എന്താണ് എക്കോണമിയിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ഫൈനൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ടു റെഡ്യൂസ് ഇന്ത്യസ് ഡിപ്പെൻഡ്സ് ഓൺ ഗോൾഡ് ഇമ്പോർട്ട്സ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് ദ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഓക്കെ, സോ അതാണ് 71ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്.
അടുത്ത നമുക്ക് 72 പോകാം. Belt and Road Initiative is sometimes mentioned in the news in the context of affairs of African Union, Brazil, European Union, China. നമുക്കറിയാവുന്നതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആരുടെയാണ്? ഇറ്റ്സ് എ ഇനിഷ്യേറ്റീവ് ഓഫ് ചൈന. ചൈനയുടെയാണ് എന്ത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, സോ ചൈനയുടെ ഒരു ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ചൈനീസ് ഗവൺമെൻറ് ആണ് കൊണ്ടുവന്നത്. ഏത് ഇയറാണ്? 2013 ഓക്കെ, സോ ടു ഇൻവെസ്റ്റ് ഇൻ നിയർലി 150 കൺട്രീസ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, നിയർലി 150 കൺട്രീസിലും അതുപോലെ എന്താണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലും എന്താണ് ഇവരിത് ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ദിസ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ എന്താണ് ഇതിനെന്താണ് വേറെ പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ്. നമുക്കറിയാം പണ്ടത്തെ ആ ഒരു സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? സിൽക്ക് റോഡ് എക്കണോമിക് ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണെന്ത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഏത് കൺട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്? ചൈനയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 2013 ഇനിഷ്യേറ്റീവാണ്. ഓക്കെ, സോ അതാണ് 72ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 73, പ്രധാനമന്ത്രി മുദ്ര യോജന. സംടൈംസ് മുദ്ര യോജന ഈസ് എയിംഡ് അറ്റ്. ഓക്കെ, സോ അഗെയിൻ സംതിങ് റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കാം. പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ എയിം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. Bringing the small entrepreneurs into formal financial system, providing loans to poor farmers for cultivating particular crops, providing pensions to old and destitute persons, funding the voluntary organizations involved in the promoting of skill development and employment generation. അപ്പോൾ ഇതിൽ പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ എയിം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബ്രിങ്ങിങ് ദ സ്മോൾ എൻ്റർപ്രണേഴ്സ് ഇൻ ടു ഫോമൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുദ്ര യോജന എന്താണ്? 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫോമാണ്. 2015 April 8. ഓക്കെ, April 8, 2015 എന്ത് ഈ ഒരു പ്രധാനമന്ത്രി മുദ്ര യോജന കൊണ്ടുവന്നത്. ഇതെന്താണ്? ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് സ്കീം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടി? ടു പ്രൊവൈഡ് അപ് ടു ലോൺ. ഓക്കെ, പ്രൊവൈഡ് ലോൺ അപ് ടു 10 lakhs. ഓക്കെ, പ്രൊവൈഡ് ലോൺസ് അപ് ടു 10 lakh ടു നോൺ കോർപ്പറേറ്റ്. ഓക്കെ, നോൺ കോർപ്പറേറ്റ് ആയിരിക്കണം. നോൺ കോർപ്പറേറ്റ്, അതുപോലെ എന്താ നോൺ ഫാം, സ്മോൾ ഓർ മൈക്രോ എൻ്റർപ്രണേഴ്സ്. ഓക്കെ, സോ അവർക്ക് വേണ്ടിയുള്ളൊരു ലോൺ സ്കീമാണ്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടിയുള്ളൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് മുദ്ര യോജന എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലെന്താണ് കുറച്ച് സെക്ടേഴ്സ് കവർ ചെയ്യും. മെയിനായിട്ടുള്ള ഇതിൽ ഏതൊക്കെ സെക്ടേഴ്സാണ് കവർ ചെയ്യുന്നത്? ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസ് ആക്ടിവിറ്റീസ് ഉണ്ട്, ദെൻ ഫുഡ് പ്രോഡക്റ്റ് സെക്ടർ ഉണ്ട്, അതുപോലെ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് സെക്ടർ. അങ്ങനെ പ്രധാനമായിട്ടും 4 സെക്ടറിനാണ് ഇത് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ. സെക്കൻഡ് പറയുന്നത് കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസ്. തേർഡ് പറയുന്നത് ഫുഡ് പ്രോഡക്റ്റ് സെക്ടർ. ഫോർത്ത് പറയുന്നത് ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് സെക്ടർ. അങ്ങനെ പ്രധാനമായിട്ടും എന്താണ് 4 സെക്ടറിനാണ് എന്ത് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് പ്രധാനമന്ത്രി മുദ്ര യോജനയെ പറ്റി നോക്കാനുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി മുദ്ര യോജന 2015 April 8 എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പ്രൊവൈഡ് ലോൺ അപ് ടു 10 lakh ടു നോൺ കോർപ്പറേറ്റ്, നോൺ ഫാം ഓർ സ്മോൾ മൈക്രോ എൻ്റർപ്രണേഴ്സിനാണ് കൊടുക്കുന്നത്. ദെൻ ഓൾസോ പ്രധാനമായിട്ട് ഏതൊക്കെ ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്? ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ, കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസ്, ദെൻ ഫുഡ് പ്രൊവൈഡിങ് സെക്ടർ ആൻഡ് ഫുഡ് പ്രോഡക്റ്റ് സെക്ടർ, ആൻഡ് ഫൈനലി ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് സെക്ടർ. ഇതിനൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കി എന്താണ്? പ്രൊവൈഡിങ് ലോൺസ് ടു പുവർ ഫാമേഴ്സ് ഫോർ കൾട്ടിവേറ്റിംഗ് പർട്ടിക്കുലർ ക്രോപ്സ്. അതെന്താണ് വരുന്നത്? കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. ഓക്കെ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സ്കീമുണ്ട്. ഓക്കെ, സോ ഈ ഒരു സ്കീമിലാണ് ഇത് വരുന്നത്. അതായത് പുവർ ഫാമേഴ്സിന് എന്താണ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ലോൺ കൊടുക്കുന്നത്. അത് 1998-99 ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി പ്രൊവൈഡിങ് പെൻഷൻസ് ടു ഓൾഡ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് പേഴ്സൺസ്. അതെന്താണ്? നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്നതാണ്. നാഷണൽ
സോഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ, സോ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിൻ്റെ കീഴിലാണ് എന്ത് അത് വരുന്നത്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് എന്ത് ഇത് കൈകാര്യം ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത് പ്രൊവൈഡിങ് പെൻഷൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, ദ ഫണ്ടിങ് ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് നമുക്കിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ലൈക്ക് PM കൗശൽ വികാസ് യോജന, അതൊക്കെ എന്താണ് ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ അത് എന്താണ് അല്ല. സോ ആൻസർ വരുന്ന ഏതാണ് നമുക്ക് ഓപ്ഷൻ എ ആണ്, ബ്രിങ്ങിങ് ദ സ്മോൾ എൻ്റർപ്രണേഴ്സ് ഇൻ ടു ഫോമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, അതാണ് 73ാമത്തെ ക്വസ്റ്റ്യൻ. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഓഫ് ഇന്ത്യ ആർ ഷെയിൽ ഗ്യാസ് റിസോഴ്സസ് ഫൗണ്ട്? കാംബെ ബേസിൻ, കാവേരി ബേസിൻ, കൃഷ്ണ ഗോദാവരി ബേസിൻ. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഷെയിൽ ഗ്യാസ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ് ഇവിടെ എല്ലായിടത്തും കാണപ്പെടും. ഓപ്ഷൻ ഡി ആണ് 1, 2 and 3. ഓക്കെ, സോ കാംബെ ബേസിനായാലും കാവേരി ബേസിനായാലും കൃഷ്ണ ഗോദാവരി ബേസിനായാലും ഇവിടെ എല്ലായിടത്തും എന്താണ് ഷെയിൽ ഗ്യാസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആൻസർ ഡി ആണ്. അപ്പോൾ എന്താണ് ഷെയിൽ ഗ്യാസിൻ്റെ ഇത് പറയുന്നത്? ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് നമുക്കറിയാം. നോർമലി മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഏകദേശം 6 പ്ലേസസ് ഇന്ത്യയിൽ തന്നെ എന്താണ് 6 റീജിയനിൽ എന്താണ് ഈ ഷെയിൽ ഗ്യാസിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്താണ് ഇന്ത്യയിൽ 6 സ്ഥലങ്ങളിലാണ് എന്ത് ഷെയിൽ ഗ്യാസിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ്? 3 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാംബെ ബേസിൻ, അതുപോലെ കാവേരി ബേസിൻ, ദെൻ കൃഷ്ണ ഗോദാവരി ബേസിൻ. ഇത് കൂടാതെ എന്താണ് ആസാം, അരക്കൻ, then Gondwana region and also Indo-Gangetic plains. ഓക്കെ, സോ ഇവിടെ എല്ലാം എന്താണ് ഷെയിൽ ഗ്യാസിൻ്റെ പ്രസൻസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണ്? കാംബെ ബേസിൻ, കാവേരി ബേസിൻ, ദെൻ കൃഷ്ണ ഗോദാവരി ബേസിൻ, ദെൻ ഓൾസോ ആയിരിക്കാം, ദെൻ ഗോണ്ട്വാന, ഫൈനലി ഇൻഡോ-ഗാഞ്ചറ്റിക് പ്ലെയിൻസ്. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ് ഷെയിൽ ഗ്യാസിൻ്റെ പ്രസൻസ് കാണപ്പെടുന്നുണ്ട്. ദെൻ ആൾസോ ഇതെന്താണ് ഷെയിൽ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താണ് വെച്ചാൽ ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻ്ററി റോക്ക്. ഓക്കെ, സെഡിമെൻ്ററി റോക്കാണ്. ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻ്ററി റോക്സ് ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ബി റിച്ച് റിസോഴ്സ് ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇതെന്താണ് റിച്ച് റിസോഴ്സസ് ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. സോ നമ്മൾ ഷെയിൽ ഗ്യാസിനെ പറ്റി പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് അതിൻ്റെ മിനിസ്ട്രിയിൽ വരുന്നത്. ആൻഡ് ദേ ക്ലാസിഫൈ 6 പ്ലേസസ് ഇൻ ഇന്ത്യ ആസ് ദ ഷെയിൽ ഗ്യാസ് റിച്ച് റീജിയൻ. ദേ ആർ കാംബെ ബേസിൻ, കാവേരി ബേസിൻ, കൃഷ്ണ ഗോദാവരി ബേസിൻ, then Assam, Arakan, then Gondwana, Indo-Gangetic Plains. So these 6 places are rich in shale gas resources. And also what is shale gas? They are fine-grained sedimentary rocks. Okay, shale gas means they are fine-grained sedimentary rocks. And also they are rich resources of petroleum and natural gas. So അതാണ് എന്ത് ഷെയിൽ ഗ്യാസിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, International Monetary Fund, International Bank for Reconstruction and Development, Organization for Economic Cooperation and Development. So global financial stability reports ആരാണ് തയ്യാറാക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആരാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? IMF ആണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണെന്ത് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ആരാണ്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ എന്താണ് IMF ആണെന്ത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം IMFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്. IMF, വേൾഡ് ബാങ്ക് ഇതെല്ലാം എന്താണ് വാഷിങ്ടൺ DC ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, ദെൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വരുന്നത് എവിടെയാണ്? അത് ഫ്രാങ്ക്ഫർട്ടാണ്, ജർമ്മനിയിലാണ് വരുന്നത്. ഓക്കെ, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വരുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അതും എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്. വാഷിങ്ടൺ DC ആണ്. ദെൻ ആൾസോ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, OECD വരുന്നത് എവിടെയാണ്? ഇറ്റ്സ് പാരീസ്, ഫ്രാൻസിൽ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് നോക്കി.
ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെന്താണ് IMF പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അസസ് ചെയ്യുന്ന ഒരു സ്റ്റെബിലിറ്റി ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, നമ്മുടെ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ അതാണ് എന്ത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ സ്റ്റെബിലിറ്റി ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഐഡൻറ്റിഫൈസ് പൊട്ടൻഷ്യൽ സിസ്റ്റമിക് വൾണറബിലിറ്റീസ്. ഓക്കെ, ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ സിസ്റ്റമിക് വൾണറബിലിറ്റീസ്. പൊട്ടൻഷ്യൽ സിസ്റ്റമിക് വൾണറബിലിറ്റീസ്. സോ ഇതാണെന്ന് പറയുന്നത് ഈ IMF ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടുമായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വാഷിംഗ്ടൺ DC ആണ് അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ആൻഡ് ദി സ്റ്റെബിലൈസ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ആൾസോ ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ സിസ്റ്റമിക് വൾണറബിലിറ്റീസ്. സോ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെ കീപ്പ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആരാണ്? IMF ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. ഓക്കെ, സോ അതാണ് 75 ക്വസ്റ്റ്യൻ വരെ ഉള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് എന്താണ് അടുത്ത സെക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.